ഫ്യൂച്ചേഴ്സ് വാങ്ങിച്ച് ജനുവരി മാസം അടുത്ത മാസത്തെ ഫ്യൂച്ചർ ഞാൻ ഈ മാസം വാങ്ങിച്ചു കഴിഞ്ഞാൽ എനിക്ക് അടുത്ത മാസമേ അത് സെല്ല് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നൊരു ചോദ്യം പലരും ചോദിക്കാറുണ്ട്. അല്ല, നിങ്ങൾ ഇന്നൊരു ഫ്യൂച്ചർ, അതിപ്പോൾ 3 മാസം കഴിഞ്ഞുള്ള ഫ്യൂച്ചർ ആയിക്കോട്ടെ, ഈ കറണ്ട് മന്ത് ഫ്യൂച്ചർ ആയിക്കോട്ടെ, നെക്സ്റ്റ് മന്ത് ഫ്യൂച്ചർ ആയിക്കോട്ടെ, ഏത് ഫ്യൂച്ചറിലാണെങ്കിലും നിങ്ങൾ ഇന്നൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിട്ട് ഇന്ന് തന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അതിനെ എക്സിറ്റ് ചെയ്യണോ, അതിൽ നിന്നും നിങ്ങൾക്ക് കോൺട്രാക്റ്റിൽ നിന്ന് പുറത്തു വരണമെങ്കിലും അതിനും പോസിബിൾ ആണ്. ഒരു നിർബന്ധമില്ല. ഫ്യൂച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എക്സ്പയറി പീരീഡ് വരെ നമ്മൾ കാത്തിരിക്കേണ്ട യാതൊരു ആവശ്യമില്ല. നമുക്ക് എപ്പോൾ വേണേലും നമുക്ക് പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും നിങ്ങളുടെ ഡിസിഷൻ എന്താണോ അതനുസരിച്ച് നിങ്ങൾക്ക് പുറത്തേക്കും വരാം. ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് MTM മാർജിൻ. ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നത് മാർക്ക് ടു മാർക്കറ്റ്. പ്ലീസ് നോട്ട്, MTM ഈസ് ഈക്വൽ ടു മാർക്ക് ടു മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ കാര്യം. എന്തുകൊണ്ടാണ് ഞാൻ ആദ്യം ഒരു കാര്യം പറഞ്ഞത്? 10 ലക്ഷം രൂപ കയ്യിലുള്ള ഒരു വ്യക്തി, അദ്ദേഹം 10 ലക്ഷം രൂപ കൊടുത്ത് ഷെയർ വാങ്ങിച്ചു. 10 ലക്ഷം രൂപ കയ്യിലുള്ള ഇനിയൊരു വ്യക്തി 2 ലക്ഷം രൂപ കൊടുത്ത് ഫ്യൂച്ചർ മേടിച്ചു. ബാലൻസ് 8 ലക്ഷം രൂപ അദ്ദേഹം കീപ്പ് ചെയ്ത് വച്ചിരിക്കുന്നു എന്ന് പറയാൻ കാരണം എന്താണ്? ഫ്യൂച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം സപ്പോസ് നിങ്ങളുടെ അക്കൗണ്ടിൽ 2,10,000 രൂപ ഉണ്ടായിരുന്നു. അതേ ഫ്യൂച്ചർ നിങ്ങളും ഒരു ലോട്ട് ഫ്യൂച്ചർ, നിങ്ങൾക്ക് വില എത്ര? 2 ലക്ഷം രൂപയാണെന്ന് വെച്ചോളൂ. അപ്പൊ നിങ്ങൾക്ക് അത് വാങ്ങാൻ പറ്റുമോ? അക്കൗണ്ടിലുണ്ട് 2,10,000 ഉണ്ട്, അതുകൊണ്ട് എനിക്ക് തീർച്ചയായിട്ടും നമുക്കത് വാങ്ങാൻ പറ്റും. പക്ഷേ 2 ലക്ഷത്തിൽ നിങ്ങൾ വാങ്ങിച്ചു, ഉടനെ തന്നെ പ്രോഫിറ്റിലേക്ക് പോവാണ്ട് ലോസിലേക്ക് പോയാലോ? അത് എപ്പോ അത് 2,10,000 നിങ്ങൾക്ക് 10,000 രൂപ ലോസ് എപ്പോ കാണിക്കുന്നു? 10,001 പോലും ആകണ്ട, അതിനു മുന്നേ എന്ത് സംഭവിക്കും? ഓട്ടോമാറ്റിക്കലി ആ ഫ്യൂച്ചർ കോൺട്രാക്ട് സ്ക്വയർ ഓഫ് ആയി പോകും. Investments in the securities market are subject to market risk. Read all the related documents carefully before investing.